പ്രേക്ഷകരെ ക്രിസ്തുവിശ്വാസത്തിലേക്ക് നയിക്കുന്ന ഭൂതോച്ചാടനത്തെക്കുറിച്ചുള്ള പോഡ്കാസ്റ്റ് ശ്രദ്ധേയമാകുന്നു. ഇതിനോടകം വൻ വിജയമായി മാറിയ എക്സോസിസ്റ്റ് ഫയൽസ് എന്ന പോഡ്കാസ്റ്റാണ് പൈശാചിക പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ക്രിസ്തുവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്നത്. 7.5 ദശലക്ഷത്തിലധികം ഡൗൺലോഡ് ചെയ്യപ്പെട്ട ഈ പോഡ്കാസ്റ്റ് 40 ആഴ്ചയിലേറെയായി സ്പോട്ടിഫൈ ചാർട്ടുകളിൽ 1-ാം സ്ഥാനത്താണ്. 2018 വത്തിക്കാൻ സന്ദർശന വേളയിലാണ് ഇത്തരമൊരു ആശയം രൂപപ്പെട്ടതെന്നും പ്രമുഖ ഭൂതോച്ചാടകനായ ഫാദർ കാർലോസ് മാർട്ടിൻസുമായുള്ള കണ്ടുമുട്ടൽ ഇത്തരമൊരു ഷോ തുടങ്ങാൻ പ്രേരിപ്പിച്ചതായും പോഡ്കാസ്റ്റിൻ്റെ സൃഷ്ടാവായ റയാൻ ബദിയ പറയുന്നു. പൈശാചിക ബാധയിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കാൻ പിശാചുമായി പോരാടുന്ന ഫാദർ മാർട്ടിൻസിൻ്റെ അനുഭവങ്ങളാണ് ഷോ ചിത്രീകരിക്കുന്നത്. ഓജോ ബോർഡുകൾ പോലെയുള്ള വസ്തുക്കളുമായുള്ള ഇടപഴകൽ തങ്ങളിൽ പൈശാചിക സ്വാധീനമുണ്ടാക്കുമെന്ന തിരിച്ചറിവ് പലർക്കുമില്ലെന്നും, എന്നാൽ പോഡ്കാസ്റ്റ് കാണുന്നതിലൂടെ ഇത്തരം പ്രവൃത്തികളുടെ പിന്നിലുള്ള പൈശാചിക സ്വാധീനങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിയാൻ അനേകരെ പ്രേരിപ്പിക്കുന്നുവെന്നും റയാൻ പറഞ്ഞു. പിശാചിനെ ചെറുത്തു നിൽക്കാൻ ക്രിസ്തുവിശ്വാസത്തിൽ കൂടുതൽ ആഴത്തിൽ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത പോഡ്കാസ്റ്റിലൂടെ മനസ്സിലായതായി നിരവധി ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. ഭയം ജനിപ്പിക്കുക എന്നതല്ല, മറിച്ച് ആത്മീയ യുദ്ധത്തിൻ്റെയും ക്രിസ്തുവിലുള്ള വിജയത്തിൻ്റെയും യാഥാർത്ഥ്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാനാണ് പോഡ്കാസ്റ്റ് ഉദ്ദേശിക്കുന്നതെന്നും റയാൻ പങ്കുവച്ചു. പ്രൊട്ടസ്റ്റന്റ് വീക്ഷണകോണിൽ നിന്നാണ് ഷോ അവതരിപ്പിക്കപ്പെട്ടതെങ്കിലും എല്ലാ ക്രിസ്ത്യാനികളെയും ആകർഷിക്കുന്ന തരത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ചരിത്രപരമായും ദൈവശാസ്ത്രപരമായും വ്യത്യസ്തതകളുണ്ടെങ്കിലും ആത്മീയ യുദ്ധത്തിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ മനുഷ്യരാശിയെ ബാധിക്കുന്ന ഒരു വലിയ തിന്മയുണ്ടെന്നും അതിനെ നേരിടാനുള്ള ഏക വഴി ക്രിസ്തു മാത്രമാണെന്നും റയാൻ പറയുന്നു.